PK ലേണിംഗ്സിൻ്റെ SCRT സീരീസിലേക്ക് സ്വാഗതം. ഞാൻ വീണ. നിങ്ങൾക്ക് വേൾഡ് ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട പാഠഭാഗങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഞാനാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ വേൾഡ് ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട അതിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ നോക്കുന്നത് ഭൂമി, അതിൻ്റെ അടിസ്ഥാന വിവരങ്ങളെ പറ്റിയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഭൂമിയെ പറ്റി നോക്കുമ്പോൾ ഭൂമി ജീവൻ നിലനിൽക്കുന്നതായിട്ട് കണ്ടെത്തിയിട്ടുള്ള ഏക ഗ്രഹമാണ് ഏതെന്ന് പറയുന്നത് ഭൂമി എന്ന് പറയുന്നത്. ഇനി നമുക്കതിൽ ഒരു സാറ്റലൈറ്റേ ഉള്ളൂ നമുക്ക് ഭൂമിയെ സംബന്ധിച്ച് ഒരു ഉപഗ്രഹമേ ഉള്ളൂ. അതാണ് ഏതെന്ന് പറയുന്നത് ചന്ദ്രൻ ഉപഗ്രഹം ഏതാണ്? നമ്മുടെ ചന്ദ്രനാണ്. ഇനി സൂര്യനിൽ നിന്ന് നമ്മുടെ പൊസിഷൻ നോക്കുകയാണെങ്കിൽ, അതായത് നമ്മുടെ എർത്തിൻ്റെ പൊസിഷൻ നോക്കുകയാണെങ്കിൽ സൂര്യനിൽ നിന്നും എത്രാമത്തെയാണ്? മൂന്നാമത്തെ ഗ്രഹം. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഭൂമിയുടെ ആരം എന്ന് പറയുന്നത്, ഭൂമിയുടെ റേഡിയസ് ആരം എന്ന് പറയുന്നത് എത്രയാണ്? 6370 കിലോമീറ്ററാണ്. എത്രയാണ്? 6370 കിലോമീറ്ററാണ് നമ്മുടെ എർത്തിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത്. ഇനി ഭൂമിക്ക് ഗുരുത്വാകർഷണം ഉള്ളതുകൊണ്ട് ഈ ഗ്രാവിറ്റേഷണൽ പുൾ ഉള്ളതുകൊണ്ട്, ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉള്ളത് കൊണ്ടാണ്, അത് ഉള്ളതുകൊണ്ട് മാത്രമാണ് നമ്മുടെ ജലം, വായും ജീവജാലങ്ങളും ഒക്കെ നമ്മുടെ ഈ ഒരു ഉപരിതലത്തിൽ എന്ത് ചെയ്തിരിക്കുന്നത്? നിലനിൽക്കുന്നതെന്ന് നമുക്കറിയാം അപ്പോൾ ഇതിൽ ഭൂമിയുടെ ഉപരിതലത്തിൽ ഏകദേശം 71%, എത്രയാണ്? ഭൂമിയുടെ ഉപരിതലത്തിൽ ഏകദേശം 71% ജലമായതുകൊണ്ടാണ് ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ നമ്മൾ ബ്ലൂ പ്ലാനറ്റ്സ് എന്നാണ് അറിയപ്പെടുന്നത്, നീലഗ്രഹം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു 71% ജലമുള്ളത് കൊണ്ടാണ് ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ നമ്മൾ എന്തായിട്ട് കാണപ്പെടുന്നത്? നീലഗോളമായിട്ട് കാണപ്പെടുന്നത്. ഇനി ഭൂമിയുടെ അന്തരീക്ഷമാണ് മറ്റു ഗ്രഹങ്ങളിൽ നിന്ന്, ഇതര ഗ്രഹങ്ങളിൽ നിന്ന് ഭൂമിയെ എന്താക്കുന്നത്? വ്യത്യസ്തമാക്കുന്ന ഒരു സവിശേഷത എന്ന് പറയുന്നത്. ബാക്കിയുള്ള ഗ്രഹങ്ങളിൽ നിന്നും നമുക്ക് എന്താണ് ഒരു പ്രത്യേകത എന്ന് പറയുന്നത്? അപ്പോൾ ഇതര ഗ്രഹങ്ങളിൽ നിന്നും ഭൂമിയെ വ്യത്യസ്തമാക്കുന്ന ഒരു സവിശേഷത എന്ന് പറയുന്നത് നമ്മുടെ അന്തരീക്ഷം, അറ്റ്മോസ്ഫിയർ തന്നെയാണ്. ഓക്കെ, ഇനി നമുക്ക് എന്താണ്? ഇനി നമ്മുടെ ആകൃതി, അതായത് ഭൂമിയുടെ ആകൃതിയെ സംബന്ധിച്ചാണ് നമുക്ക് നോക്കാനുള്ളത് ഭൂമി അതിനെ സംബന്ധിച്ച് പല പല പഠനങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. ഇതിൽ ആദ്യമായിട്ട് ഗോളാകൃതിയാണെന്ന്, ഭൂമിക്ക് എന്താണ്? ഗോളാകൃതിയാണ് എന്നുള്ളൊരു ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ച ഗ്രീക്ക് തത്വചിന്തകൻ എന്ന് പറയുന്നത് തെയിൽസ് ആണ്. ആരാണ്? തെയിൽസ് ആണ്. അപ്പോൾ ഭൂമിക്ക് ഗോളാകൃതിയാണ് എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച ഗ്രീക്ക് തത്വചിന്തകനാണ് തെയിൽസ് എന്ന് പറയുന്നത്. അപ്പം ഈ ഗ്രീക്ക് തത്വചിന്തകന്മാരായിട്ടുള്ള പൈതഗോറസും അരിസ്റ്റോട്ടിലും ഒക്കെ എന്താണ് ഈ ഒരു ആശയത്തിന് എന്താണ് ശാസ്ത്രീയമായിട്ട് സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ആശയം ശരിയാണ്, ശാസ്ത്രീയമായിട്ട് അവർ പറഞ്ഞു ഓക്കെയാണ് എന്നുള്ളത്. പിന്നെ ഇതിനെ കോപ്പർനിക്കസ് എന്ന് പറയുന്ന ആൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഈ അഭിപ്രായത്തിന് ശക്തമായിട്ട് പിന്താങ്ങി. ഇത് ഓക്കെയാണ്, ഇത് ശരിയാണെന്നുള്ളത് ശക്തമായിട്ട് പിന്താങ്ങിയത് കോപ്പർനിക്കസ് ആണ്. അപ്പം അതിനെ സംബന്ധിച്ച് നമ്മുടെ ഭാരതീയനായിട്ടുള്ള ആര്യഭട്ടൻ എന്താണ് പറയാനുള്ളത്? ഭാരതീയനായിട്ടുള്ള ജ്യോതിശാസ്ത്രജ്ഞനായിട്ടുള്ള ആര്യഭട്ടൻ ഭൂമിക്ക് ഗോളാകൃതിയാണെന്നുള്ളതും, തെയിൽസ് പറഞ്ഞിട്ടുള്ളത് ഗോളാകൃതിയാണെന്നുള്ളതും, ഇതൊരു സാങ്കല്പിക അച്ചുതണ്ടിൽ സ്വയം അത് കറങ്ങുന്നുണ്ട് എന്നുള്ളത് വിശദീകരിച്ചു. അതായത് സാങ്കല്പികമായിട്ടുള്ള ഒരു ഇമാജിനറി ആക്സിസിൽ ഇത് സ്വയം കറങ്ങുന്നുണ്ട് എന്ന് ആദ്യമായി പറഞ്ഞത് ആരായിരുന്നു? നമ്മൾ തന്നെയാണ്, ഭാരതീയനായിട്ടുള്ള ആര്യഭട്ടൻ തന്നെയാണ്. ഇനി വർഷങ്ങൾക്ക് ശേഷം മെഗലൻ എന്ത് ചെയ്തു? ലോകപര്യടന യാത്ര ഭൂമി, അതായത് ഭൂമി ഉരുണ്ടതാണെന്ന് പുള്ളിയുടെ ലോകപര്യടന യാത്രയിലൂടെ മനസ്സിലാക്കി അത് തെളിയിക്കുകയും ചെയ്തു. ഇനി സർ ഐസക് ന്യൂട്ടൺ പറഞ്ഞത് എന്താണ്? ഭൂമി കൃത്യമായിട്ട് ഇവരെല്ലാവരും പറഞ്ഞത് ഭൂമി ഒരു ഗോളമാണ്. ആര്യഭട്ടൻ പറഞ്ഞു എന്താണ്? കോപ്പർനിക്കസ് അതിനെ ശക്തമായിട്ട് പിന്താങ്ങി. അത് കഴിഞ്ഞ ശേഷം നമ്മുടെ ഭാരതീയനായിട്ടുള്ള ആര്യഭട്ടൻ പറഞ്ഞു എന്താണ്? ഭൂമി ഗോളാകൃതിയാണ്, അതിന് എന്താണ് സാങ്കല്പികമായിട്ടുള്ള ഇമാജിനറി ആക്സിസിൽ അത് സ്വയം കറങ്ങുന്നു എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം വന്നിട്ടുള്ള ഐസക് ന്യൂട്ടൺ പറഞ്ഞു കൃത്യമായ ഒരു ഗോളം അല്ല, ഭൂമി എന്താണ്? കൃത്യമായിട്ടൊരു ഗോളമൊന്നുമല്ല. അതിൽ ധ്രുവങ്ങളിൽ എന്താണ്? അല്പം പതിഞ്ഞു പോയിട്ടുള്ള, ധ്രുവങ്ങളിൽ അല്പം പതിഞ്ഞു പോയിട്ടും മധ്യഭാഗത്ത് വീർത്തതുമായിട്ടൊരു പ്രത്യേക ഒരു ആകൃതിയിലാണ്. എങ്ങനെയാണ്? ഒന്നും കൂടെ നോക്കിയേ. ഭൂമി കൃത്യമായിട്ടൊരു ഗോളമല്ല, ധ്രുവങ്ങളിൽ അല്പം പതിഞ്ഞതും മധ്യഭാഗത്ത് വീർത്തതുമായിട്ടുള്ള ഒരു പ്രത്യേക ആകൃതിയാണ് എന്നുള്ളതാണ് ഐസക് ന്യൂട്ടൺ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഭൂമിയുടെ ആകൃതി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ധ്രുവങ്ങളിൽ ചെറുതായിട്ട്, ഐസക് ന്യൂട്ടൺ പറഞ്ഞത് അറിയാം. അപ്പോൾ ധ്രുവങ്ങളിൽ ചെറുതായി പരന്നതും ഭൂമധ്യരേഖയിൽ വീർത്തിരിക്കുന്നതുമായിട്ടുള്ളൊരു ഗോളാകൃതി. ഈ ആകൃതിയെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ജിയോയിഡ് എന്ന് പറയുന്നത്. എന്താണ്? ഈ ഒരു ആകൃതിയെയാണ് നമ്മൾ ജിയോയിഡ് എന്ന് പറയുന്നത്. എന്താണ് ആ ജിയോയിഡ് എന്ന പദത്തിൻ്റെ അർത്ഥം എന്ന് നോക്കാം. ജിയോയിഡ് പദത്തിൻ്റെ അർത്ഥം ഭൂമിയുടെ ആകൃതി, എർത്തിൻ്റെ ഷേപ്പ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഷേപ്പിനെ തന്നെ, അതായത് ധ്രുവങ്ങളിൽ ചെറുതായിട്ട് പരന്നതും ഭൂമധ്യരേഖ ആ
ഒരു മധ്യഭാഗത്ത് വീർത്തിരിക്കുന്നതും അതിനെ ഒബ്ലേറ്റ് സ്ഫിറോയിഡ് എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ജിയോയിഡ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഭൂമിയുടെ ആകൃതി, എർത്ത് ഷേപ്പ് എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ എർത്തിൻ്റെ ഷേപ്പിനെ പറ്റിയൊക്കെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ നോക്കേണ്ടത്? ഇതിൻ്റെ ചലനങ്ങൾ നോക്കാം അല്ലേ. അത് നമുക്ക് അറിയാവുന്നുള്ളത് തന്നെയുള്ള അത് സ്വന്തം ആക്സിസിൽ കറങ്ങുന്നു ഉള്ളതും അത് സൂര്യന് ചുറ്റും കറങ്ങുന്നു എന്നുള്ള കുറച്ച് ചലനങ്ങളുണ്ട്. അപ്പോൾ അത് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് നോക്കേണ്ടത് ഏതാണ്? ഭ്രമണം, റൊട്ടേഷൻ ആണ് നോക്കാനുള്ളത്. ഭൂമി അതിൻ്റെ സാങ്കല്പിക അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നതാണ് ഭ്രമണം എന്ന് പറയുന്നത്. നേരത്തെ നമ്മുടെ ആര്യഭട്ടൻ പറഞ്ഞിട്ടുള്ള ഒരു സാങ്കല്പിക അച്ചുതണ്ടുണ്ട്, ആക്സിസ് ഉണ്ട്. ആ ആക്സിസിൽ നിന്ന് അത് സ്വയം കറങ്ങുന്നുണ്ട്, സൂര്യന് ചുറ്റുമല്ല, അത് ആ ഒരു ആക്സിസിനെ ബേസ് ചെയ്തത് സ്വയം കറങ്ങുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റൊട്ടേഷൻ, ഭ്രമണം എന്ന് പറയുന്നത്. ഭ്രമണം, റൊട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പം ഭൂമി ഭ്രമണം ചെയ്യുന്നത് ഏത് പടിഞ്ഞാറിൽ നിന്നും കിഴക്കോട്ടാണ്. അത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. വെസ്റ്റ് ടു ഈസ്റ്റ് ആണ് ഇതിൻ്റെ ഭ്രമണം എന്ന് പറയുന്നത്. അപ്പോൾ ഭൂമിയെ സംബന്ധിച്ച് നമുക്കറിയാം പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് സൂര്യൻ കിഴക്കുദിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത് അല്ലേ. വെസ്റ്റിൽ നിന്നും ഈസ്റ്റിലോട്ട് കറങ്ങി ഇങ്ങനെ എത്തുമ്പോൾ സൂര്യൻ ഉദിച്ച് നിൽക്കുന്നുണ്ട്. അത് പിന്നെ എന്താണ്? അസ്തമിച്ച് വരുന്നത് വെസ്റ്റിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ ആ ഒരു വെസ്റ്റിലെത്തുമ്പോൾ അത് അസ്തമിച്ച്, അങ്ങനെ ആ ഒരു ഇത് തോന്നുന്നത് എന്തുകൊണ്ടാണ്? ഭൂമിയുടെ ഈ ഒരു റൊട്ടേഷൻ്റെ ഡയറക്ഷൻ കൊണ്ട് മാത്രമാണ്. ഓക്കെ, ഇനി ഈ ഭ്രമണം പൂർത്തിയാക്കാൻ സാധാരണയായിട്ട് ഭൂമി എടുക്കുന്ന സമയം എന്ന് പറയുന്നത് എത്രയാണ്? 24 അവേഴ്സ്, അതായത് 24 മണിക്കൂർ. നമ്മുടെ ഒരു ദിവസത്തിൻ്റെ സമയം അത്രയേ ഉള്ളൂ അല്ലെ. ഒരു ദിവസം 24 മണിക്കൂർ. ആക്ച്വലി അത് ആക്യുറേറ്റ് ആയിട്ട് പറയുവാണെങ്കിൽ 23 മണിക്കൂറും 56 മിനിറ്റും 4 സെക്കൻഡുമാണ്. 23 മണിക്കൂറും 56 മിനിറ്റും 4 സെക്കൻഡുമാണ്. ഇനി ഭൂമിക്ക് നമുക്കറിയാം പ്രകാശം ലഭിക്കുന്നത് എവിടെ നിന്നാണ്? നമ്മുടെ ഈ പ്ലാനറ്റ്സുകൾ എന്ന് പറയുന്നത് സ്വയം കത്തുന്നതൊന്നുമല്ല, അത് സ്വയം പ്രകാശിക്കുന്നവയൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് ആരിൽ നിന്നെങ്കിലും എന്ത് വേണം? പ്രകാശം കിട്ടണം. അപ്പോൾ ഭൂമിക്ക് പ്രകാശം ലഭിക്കുന്നത് സൂര്യനിൽ നിന്നാണ് അല്ലെ. മെയിൻ സോഴ്സ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് എവിടെ നിന്നാണ്? സൂര്യനിൽ നിന്നാണ് കിട്ടുന്നത്. ഇനി ഭ്രമണവേളയിൽ സൂര്യൻ അഭിമുഖമായി വരുന്ന ഭാഗത്ത് പകലും മറുഭാഗത്ത് രാത്രിയും അനുഭവപ്പെടുന്നു. ഇത് കറങ്ങുമ്പോൾ സൂര്യന് ചുറ്റും ഫ്രണ്ടിൽ ചുറ്റും ഇങ്ങനെ സൂര്യൻ്റെ അവിടെ ഇങ്ങനെ കറങ്ങി സൂര്യന് അഭിമുഖമായി വന്ന് നിൽക്കുമ്പോൾ ആ പോർഷനിൽ എന്തായിരിക്കും? പകൽ, ഡേ ആയിരിക്കും. മറ്റു ഭാഗത്ത് എന്തായിരിക്കും? സൂര്യപ്രകാശം ലഭിക്കാത്ത സ്ഥലത്ത് എങ്ങനെയായിരിക്കും? രാത്രിയുമായിരിക്കും. അപ്പോൾ ഈ ഡേ ആൻഡ് നൈറ്റ് അല്ലെ, ദിനരാത്രങ്ങൾ എന്ന് പറയുന്ന പ്രതിഭാസം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ചലനത്തിൽ നിന്നാണ്, എന്തിൽ നിന്നാണ്? ഭൂമിയുടെ റൊട്ടേഷനിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഭൂമിയിലെ രാത്രിയെയും പകലിനെയും വേർതിരിക്കുന്ന സാങ്കല്പിക രേഖയാണ് എന്തെന്ന് പറയുന്നത്. ഇങ്ങനെ ഈ ഒരു പിക്ചറിൽ നോക്കിക്കേ, ഈ ഒരു രേഖയിൽ കൂടി നമുക്ക് എന്താണ് കറക്റ്റ് ആ രാത്രിയെന്നും പകലെന്നും അല്ലെ, രാത്രിയെന്നും പകലെന്നും വേർതിരിക്കാൻ പറ്റുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ആ ഒരു സാങ്കല്പിക രേഖയാണ് എന്തെന്ന് പറയുന്നത്? പ്രകാശവൃത്തം, സർക്കിൾ ഓഫ് ഇലൂമിനേഷൻ, സർക്കിൾ ഓഫ് ഇലൂമിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് ഈ ഒരു ഭ്രമണം മൂലം, അതായത് ഈ റൊട്ടേഷൻ മൂലം ഭൗമോപരിതലത്തിൽ സ്വതന്ത്രമായിട്ട് ചലിക്കുന്ന ഏതൊരു വസ്തുക്കൾക്കും, ഭൗമോപരിതലത്തിൽ ഭൂമിയുടെ സർഫസിൽ സ്വതന്ത്രമായിട്ട് ചലിക്കുന്ന വസ്തുക്കൾക്ക് എന്തുണ്ട്? ഡയറക്ഷനിൽ ചേഞ്ച് വരുന്നുണ്ട്. ആ ഒരു ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അതിന് കാരണമാകുന്ന ഫോഴ്സിനെയാണ് നമ്മൾ കോറിയോളിസിസ് ബലം, കോറിയോളിസിസ് ഫോഴ്സ് എന്നും ഇനി ആ ഒരു ദിശാ വ്യതിയാനത്തിനെ നമ്മൾ എന്തെന്ന് പറയുന്നുണ്ട്? അതായത് ഡയറക്ഷൻ ചേഞ്ച് ആവുന്നതിന് നമ്മൾ എന്തെന്ന് പറയുന്നുണ്ട്? കോറിയോളിസിസ് പ്രഭാവം എന്നും പറയുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കിക്കോളൂ. എന്താണ് കോറിയോളിസിസ് എഫക്റ്റ്, കോറിയോളിസിസ് പ്രഭാവം എന്ന് പറയുന്നത്? അതായത് ഭൂമിയുടെ റൊട്ടേഷൻ്റെ ഫലമായിട്ട്, അതിൻ്റെ ഭ്രമണത്തിൻ്റെ ഫലമായിട്ട് ഭൂമിയുടെ സർഫസിൽ സ്വതന്ത്രമായിട്ട് ചലിക്കുന്ന ഏത് വസ്തുക്കൾക്കും എന്ത് സംഭവിക്കുന്നുണ്ട്? അതിൻ്റെ ഡയറക്ഷനിൽ ചേഞ്ച് വരുന്നുണ്ട്. ആ ഡയറക്ഷനിൽ ഉണ്ടാകുന്ന ചേഞ്ചാണ് നമ്മൾ കോറിയോളിസിസ് എഫക്റ്റ് എന്ന് പറയുന്നത് അല്ലെ, കോറിയോളിസിസ് പ്രഭാവം എന്ന് പറയുന്നത്. ഇനി എന്താണ് ഫെറൽസ് ലോ എന്ന് പറയുന്നത്? നമുക്ക് അതായത് ഈ ഒരു കോറിയോളിസിസ് എഫക്റ്റ് ആണെങ്കിൽ ഫെറൽസ് ലോയൊക്കെ നമുക്ക് വിൻഡ് അതിൻ്റെ ഡയറക്ഷനൊക്കെ പഠിക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിൻ്റാണ്. അപ്പോൾ ഇപ്പോഴേ അത് ശ്രദ്ധിച്ച് തന്നെ വെച്ചിരിക്കുക. അപ്പോൾ എന്താണ് ഫെറൽസ് നിയമം, കോറിയോളിസിസ് എഫക്റ്റ്, കോറിയോളിസിസ് പ്രഭാവം എന്ന് പറയുന്നത് പറഞ്ഞു. ഇനി എന്താണ് ഫെറൽസ് ലോ എന്ന് പറയുന്നത്? അതായത് ഈ കോറിയോളിസിസ് പ്രഭാവത്താൽ എന്താണ് നമ്മുടെ സമുദ്രജല പ്രവാഹങ്ങളുടെയും കാറ്റുകളുടെയും വിൻഡിൻ്റെയൊക്കെ സഞ്ചാര ദിശ എങ്ങനെയായിരിക്കും? നോർത്തേൺ ഹെമിസ്ഫിയറിൽ, അതായത് ഉത്തരാർദ്ധഗോളത്തിൽ ഇത് എങ്ങോട്ടേക്ക് ചലിക്കും? ഡിഫ്ലക്റ്റ് ചെയ്യുന്നത് എങ്ങോട്ടായിരിക്കും? വലതുവശത്തേക്ക്, റൈറ്റിലോട്ടായിരിക്കും. നോർത്തേൺ ഹെമിസ്ഫിയറിൽ എങ്ങനെയായിരിക്കും? റൈറ്റിലോട്ടായിരിക്കും. ഇനി ദക്ഷിണാർദ്ധഗോളത്തിലാണെങ്കിലോ, സദേൺ ഹെമിസ്ഫിയറിലാണെങ്കിൽ ഇത് എങ്ങോട്ടായിരിക്കും? ഇടതുവശത്തേക്കായിരിക്കും, ലെഫ്റ്റിലോട്ടായിരിക്കും ഇത് എന്ത് ചെയ്യുന്നത്?
വ്യതിചലിക്കുന്നത്, അതിൻ്റെ ഡയറക്ഷൻ മാറുന്നത്. അപ്പോൾ ഇത് കണ്ടെത്തിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഡ്മിറൽ ഫെറലാണ്. അതായത് ഇങ്ങനെ നോർത്തേൺ ഹെമിസ്ഫിയറിലും സദേൺ ഹെമിസ്ഫിയറിലും ഈ നമ്മുടെ സമുദ്രജല പ്രവാഹങ്ങൾ, അതായത് ഓഷൻ കറണ്ടുകളും വിൻഡുകൾക്കും വരുന്ന ഈ ഡയറക്ഷൻ ചേഞ്ച് അത് കണ്ടെത്തിയത് അഡ്മിറൽ ഫെറലാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ അറിയുന്ന ഫെറൽസ് ലോ എന്ന് അറിയപ്പെടാൻ തുടങ്ങി. അപ്പോൾ ഇതാണ് എന്തെന്നറിയപ്പെടുന്നത് ഫെറൽസ് നിയമം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഓർക്കാനായിട്ട് ഞാനൊരു കോഡ് പോലെ പറഞ്ഞു തരാം. നമ്മൾ വരുന്നത് എവിടെയാണ്? നമ്മൾ ഇന്ത്യ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏഷ്യൻ ഭൂഖണ്ഡം വരുന്നത്, ഏഷ്യൻ കോണ്ടിനെന്റ് വരുന്നത് നമ്മൾ നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും നോർത്തേൺ ഹെമിസ്ഫിയർ നമ്മളെല്ലാം റൈറ്റ് ആയിട്ട് ചിന്തിക്കാറുള്ളൂ, അല്ലേ? റൈറ്റ് ആയിട്ട് ചിന്തിക്കുന്നവരാണ് നമ്മൾ. അപ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഇത് എങ്ങോട്ടാണ് ചലിക്കുന്നത്? ഇത് റൈറ്റിലോട്ടാണ്, വലതുവശത്തേക്കാണ്. നമ്മളെപ്പോഴും റൈറ്റ് ആയിട്ടേ ചിന്തിക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യില്ല, ഇത് തിരിഞ്ഞു പോകത്തില്ല, അല്ലെ? ഒരു പക്ഷേ നമുക്കത് ആ ഒരു സമയത്ത് ഒരു ഡൗട്ട് തോന്നത്തില്ല. അപ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഇത് റൈറ്റിലോട്ടും, സദേൺ ഹെമിസ്ഫിയറിൽ, അല്ലെ, ദക്ഷിണാർദ്ധ ഗോളത്തിൽ ഇത് ഇടതുവശത്തേക്കുമാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് അതുമായി ബന്ധപ്പെട്ട്. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അടുത്ത ചലനമാണ്, ഭൂമിയുടെ ചലനങ്ങളുടെ രണ്ടാമത്തതാണ് നമ്മുടെ പരിക്രമണം, റെവല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നേരത്തെയുള്ള റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ അത് സ്വന്തം ആക്സിസിൽ കറങ്ങുന്നതാണ്. ഇനി ഇത് സൂര്യന് ചുറ്റും കറങ്ങുന്നതാണ്. സൂര്യന് ചുറ്റും കറങ്ങുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പരിക്രമണം എന്ന് പറയുന്നത്. അതായത് ഭൂമി ഒരു നിശ്ചിത ഭ്രമണപഥത്തിൽ സൂര്യന് ചുറ്റും പ്രദക്ഷിണം വെക്കുന്നതിനെയാണ് നമ്മൾ പരിക്രമണം, റെവല്യൂഷൻ എന്ന് പറയുന്നത്. പരിക്രമണം, റെവല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ദീർഘവൃത്താകൃതി ുള്ള സഞ്ചാരപാതയിൽ ഒരു പരിക്രമണം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയമാണ് 365 കാല്, അതായത് 365 ആൻഡ് 1/4 ദിവസമാണ് ഇതിന് എടുക്കുന്നത്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു റൊട്ടേഷൻ കൊണ്ടാണ് നമുക്ക് ഡേയും നൈറ്റും, അങ്ങനെയാണെങ്കിൽ റെവല്യൂഷൻ കൊണ്ടാണ് നമുക്കൊരു ഒരു വർഷം പൂർത്തിയാക്കുന്നത്, അല്ലെ? ഭൂമി സൂര്യന് ചുറ്റും കറങ്ങി എത്തുന്നത് ആ ഒരു വർഷം, അതാണ് 365 കാൽ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു കാൽ എന്ന് പറയുന്നത് പ്രാക്ടിക്കലായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് പ്രായോഗിക സൗകര്യത്തിനായിട്ട് 365 ദിവസത്തിന് ഇവരെന്താക്കി നമ്മൾ ഒരു വർഷമായിട്ട് കണക്കാക്കുന്നുണ്ട്. ഇനി ഈ വരുന്നിട്ടുള്ള, അപ്പോൾ അതായത് 365 കണക്കാക്കുമ്പോൾ ഈ ലാസ്റ്റ് വന്നിട്ടുള്ള ഈ 1/4 ഉണ്ട്. ഈ 1/4 എന്ന് പറയുന്നത്, അല്ലെ, 1/4 × 4 4 വർഷമാകുമ്പോൾ അത് എത്രയായിട്ട് മാറുന്നുണ്ട്? അത് ഒരു ദിവസമായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ ഫെബ്രുവരിയിൽ ഒരു ദിവസം കൊടുത്ത് 28 + 1 എന്ന് പറയുന്ന 29, അതായത് ലീപ്പ് ഇയർ ആയിട്ട് മാറുന്നത്. മനസ്സിലായോ? അതിവർഷമായിട്ട് മാറുന്നത് അങ്ങനെയാണ്. അതായത് അധികം വന്നിട്ടുള്ള ഈ 1/4നെ 4 വർഷമാകുമ്പോൾ അത് ഒരു ദിവസമാക്കി കാൽക്കുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ ഓരോ വർഷവും അധികമായി വരുന്ന കാൽ ദിവസങ്ങളെ 4 വർഷം കൂട്ടുമ്പോൾ കൂട്ടിച്ചേർത്ത് ഫെബ്രുവരി മാസത്തിലെ 29 ദിവസമായിട്ട് കണക്കാക്കുന്നു. അപ്പോൾ ഇപ്രകാരമാണ് 366 ദിവസങ്ങളുള്ള വർഷത്തെ അതിവർഷം എന്ന് നമ്മൾ ലീപ്പ് ഇയർ എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ലീപ്പ് ഇയർ വന്നെന്നുള്ളത് നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലായല്ലോ. ഇനി ഭൂമിയുടെ പരിക്രമണമാണ് വ്യത്യസ്ത ഋതുക്കൾ അനുഭവപ്പെടാനായിട്ടുള്ള, സീസൺസ് അനുഭവപ്പെടാനായിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഈ ഒരു ഭൂമിയുടെ പരിക്രമണം, റെവല്യൂഷനാണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കുന്നേക്കാം ഭൂമിയുടെ പരിക്രമണം നോക്കിയേ. സൂര്യന് ചുറ്റും കറങ്ങുന്ന ഭൂമി, അല്ലെ, സൂര്യന് ചുറ്റും കറങ്ങി ഇങ്ങനെ എത്താൻ 365 ദിവസം എടുക്കുന്നുണ്ട്. അപ്പോൾ ആ 1/4 പിന്നെ നമ്മൾ 4 വർഷമാകുമ്പോൾ ഒരു ദിവസമാക്കി എടുക്കുന്നതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഭൂമിയുടെ ചലനങ്ങൾ, അതായത് പുരസരണം എന്ന് പറയുന്നത്, അല്ലേ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല. പുരസരണം, പ്രിസഷൻ എന്ന് പറയും. എന്താണ് പ്രിസഷൻ എന്ന് പറയുന്നത്? ഭൂമിയുടെ ചലനത്തിലെ മൂന്നാമത്തേതാണ് റൊട്ടേഷൻ. റെവല്യൂഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് വരുന്നതാണ് പുരസരണം, പ്രിസഷൻ എന്ന് പറയുന്നത്. എന്താണ് പ്രിസഷൻ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ അച്ചുതണ്ട് വൃത്താകൃതിയിൽ ചലിക്കുന്ന പ്രതിഭാസമാണ് പുരസ്. അതായത് അതിൻ്റെ അച്ചുതണ്ട് വൃത്താകൃതി, അതിൻ്റെ ആക്സിസ് എന്ത് ചെയ്യുന്നുണ്ട്? വൃത്താകൃതിയിൽ ഇങ്ങനെ ചലിക്കുന്ന പ്രതിഭാസത്തിനെയാണ് നമ്മൾ പുരസരണം എന്ന് പറയുന്നത്. അപ്പോൾ ഭൂമി തൻ്റെ അച്ചുതണ്ടിൽ ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ, അതായത് അച്ചുതണ്ടിൽ ഒരു ഭ്രമണം, അതായത് ഒരു റൊട്ടേഷൻ പൂർത്തിയാക്കാൻ എത്ര സമയം വേണം? 24 hours, അല്ലേ, 24 മണിക്കൂർ, ഒരു ദിവസം കൊണ്ടാണ് അതിൻ്റെ റൊട്ടേഷൻ അത് കംപ്ലീറ്റ് ചെയ്യുന്നത്. എന്നാൽ പുരസരണ ചലനം പൂർത്തിയാക്കാൻ ഭൂമിക്ക് ഏകദേശം 26,000 വർഷം വേണം കേട്ടോ. 24 മണിക്കൂറൊന്നുമല്ല, ഈ ഒരു പ്രിസഷൻ അത് ചെയ്യാനായിട്ട് എത്ര സമയം വേണം? 26,000 വർഷമാണ് വേണ്ടത്. അപ്പോൾ എന്താണ് പുരസരണം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി. അടുത്ത് നമ്മൾ നോക്കുന്നത് നോക്കിക്കുക, പുരസരണത്തിൻ്റെ പിക്ചർ നോക്കിക്കുക. അതിൻ്റെ ആക്സിസിൽ നിന്ന് ഇതിങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? ആക്സിസിൽ നിന്നിട്ട് ഇതിങ്ങനെ കറങ്ങി ഇത്രയാണ് 26.5 വർഷം എടുക്കുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് നമുക്ക് പെരിഹീലിയോൺ എന്ന് പറയുന്നതും അപ്പീലിയോൺ എന്ന് പറയുന്ന ഒരു സാധനം. അപ്പോൾ അതായത് ഭൂമിയുടെ സഞ്ചാരം, അതായത് ഓർബിറ്റ് എന്ന് പറയുന്നത് ഒരു ദീർഘവൃത്താകൃതിയാണ്, അല്ലേ? അപ്പോൾ ദീർഘവൃത്താകൃതി എന്ന് പറയുമ്പോൾ അല്ലേ, ദീർഘവൃത്താകൃതിയിലാണ്. അപ്പോൾ ഇതിലെന്ന് പറയുമ്പോൾ സൂര്യൻ ഇവിടെ നടുക്ക് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഭൂമി ഇങ്ങനെ കറങ്ങുകയാണ്. അപ്പോൾ ഈ ഒരു ലെങ്ത് ആണെങ്കിലും ഈ ഒരു ലെങ്ത് ആണെങ്കിലും, അല്ലേ, ഭൂമി ഇവിടെ നിൽക്കുമ്പോൾ ഈ ഒരു ലെങ്ത് എന്ന് പറയുന്നത് വ്യത്യസ്തപ്പെട്ടിരിക്കും. അതായത് ഇവർ തമ്മിലുള്ള അകലം എന്ന് പറയുന്നത്
പറയുന്നത്. ഈ ഒരു ഓർബിറ്റിൻ്റെ ഷേപ്പ് കൊണ്ട് തന്നെ എന്താണ് ഇതിന് ആ ഒരു ഡിസ്റ്റൻസിലുള്ള വ്യത്യാസം വരും. അപ്പോൾ ഭൂമിയുടെ സഞ്ചാരപഥം ദീർഘവൃത്താകൃതിയിലായതുകൊണ്ട് ഭൂമിക്കും സൂര്യനും തമ്മിലുള്ള ദൂരത്തിന് എന്ത് ചെയ്യും, വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ ഒരു പരിക്രമണ വേളയിൽ ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്ത് വരുന്നതിനെയാണ് 147, അതായത് ഏറ്റവും അടുത്ത് ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ കുറയും. അതായത് സൂര്യനും ഭൂമിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് 147 ദശലക്ഷം കിലോമീറ്റർ. അതാണ് അപ്പോൾ അടുത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് സമീപം എന്നുള്ളൊരു വാക്ക് അതിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ സൗരസമീപ ദിനം, അതായത് പെരിഹീലിയോൺ എന്നാണ് ഇതിനെ പറയുന്നത്. എന്താണ് പെരിഹീലിയോൺ എന്നാണ് പറയുന്നത്. ഇത് സാധാരണയായിട്ട് ജനുവരി മാസത്തിലാണ് സംഭവിക്കുന്നത്. ഇത് നമ്മുടെ പ്ലസ് 1 ചാപ്റ്ററിലേക്ക് ജനുവരി 3 എന്ന് എടുത്ത്, പൊതുവേ ജനുവരി 3 കേട്ടോ. പൊതുവേ ജനുവരി 3. അപ്പോൾ അതായത് ഒരു വർഷം തുടങ്ങുവാണ്. ജനുവരിയിൽ നമ്മൾ എപ്പോഴും തുടക്കത്തിൽ അടുത്തിരിക്കുകയാണ്. പെരിഹീലിയൻ, അടുത്ത് സൗരസമീപം. പെരിഹീലിയൻ എന്ന് പറയുന്നത് 147 ദശലക്ഷം കിലോമീറ്റർ ആണ് അത് വരുന്നത്. അപ്പോൾ പരിക്രമവേളയിൽ ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്ത് വരുന്ന സമയം, അതാണ് പെരിഹീലിയൻ എന്ന് പറയുന്നത്. ഇനി അപ്പ് എന്ന് പറയുമ്പോൾ എന്തോ അങ്ങ് ദൂരെയാണല്ലേ, കുറച്ച് ദൂരെ, അപ്ഹീലിയോൺ എന്ന് പറയും. അപ്പോൾ അതിൻ്റെ സ്പെല്ലിങ് നോക്കുക. അപ്ഹീലിയോൺ എന്നുള്ളത് AP ആണ് കേട്ടോ. അപ്ഹീലിയോൺ എന്നുള്ളത് സൂര്യ ഉച്ചം, അങ്ങ് ഉച്ചിയിൽ നിൽക്കുന്നു എന്നുള്ളത് ഓർത്താൽ നമുക്കത് കിട്ടും. അപ്പോൾ സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം ഏറ്റവും കൂടുതലായിരിക്കുന്നത്, മറ്റേത് 147 ആണെങ്കിൽ ഇത് 152 ദശലക്ഷം കിലോമീറ്റർ. അതായത് സാധാരണയായിട്ട് ഇത് ജൂലൈ 4 സംഭവിക്കുന്നത്, ജൂലൈ മാസത്തിലാണ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ സൂര്യ ഉച്ചം, അപ്ഹീലിയോൺ എന്ന് പറയുന്നത്. ഓക്കെയാണ്. ഇനി അടുത്തത്, ഒരു സെക്കൻഡിൽ ഏകദേശം 30 കിലോമീറ്റർ എന്ന രീതിയിലാണ് ഭൂമിയുടെ പരിക്രമണ വേഗത എന്ന് പറയുന്നത്. എത്രയാണ്? 30 കിലോമീറ്റർ. ഒരു സെക്കൻഡിൽ 30 കിലോമീറ്ററിലാണ്. ഇനി ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകല വ്യത്യാസം ഗുരുത്വാകർഷണത്തിൽ വ്യതിയാനം സൃഷ്ടിക്കുകയും പരിക്രമണ വേഗതയിൽ വ്യത്യാസം വരുത്തുന്നതിനും കാരണമാകുന്നുണ്ട്. അപ്പോൾ ഭൂമിയും സൂര്യനും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്തിന് കാരണമാകുന്നുണ്ട്? ഈ ഗുരുത്വാകർഷണത്തിനുള്ള ബലത്തിലാണെങ്കിലും പരിക്രമണ വേഗത്തിലുമൊക്കെ എന്ത് ചെയ്യുന്നൊരു ഡിഫറൻസ് വരുത്തുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നോക്കിക്കേ. നമ്മുടെ സൂര്യ ഉച്ചം എന്ന് പറയുന്നതും സൗരസമീപകം എന്ന് പറയുന്നത്, സൗരസമീപകം ജനുവരിയും സൂര്യ ഉച്ചം എന്ന് പറയുന്നത് ജൂലൈയിലുമാണ് കാണിക്കുന്നത്. ഇത് 147 ദശലക്ഷം കിലോമീറ്ററും ഇത് 152 ദശലക്ഷം കിലോമീറ്ററുമാണ്. ദൂരം കുറച്ച് കൂടുതലാണ്. അതാണ് അപ്ഹീലിയോൺ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ നോക്കേണ്ടത് അക്ഷാംശ രേഖകൾ, ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ്സ്. അതായത് ഭൂമിയുടെ കേന്ദ്രത്തിനെ ആധാരമാക്കി ഭൂമധ്യരേഖയുടെ ഇരുവശത്തും, അതായത് രണ്ട് വശത്തും, അതായത് നമ്മുടെ ഇക്വേറ്റർ അറിയാമല്ലോ, ഇമാജിനറി ലൈനാണ് നമ്മൾ വരയ്ക്കുന്നത്. ഏറ്റവും വലിയൊരു ലാറ്റിറ്റ്യൂഡാണ് ഇക്വേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അതായത് ഭൂമധ്യരേഖയുടെ ഇരുവശത്തും ഒരേ കോണീയ അകലത്തിലുള്ള ബിന്ദുക്കളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അക്ഷാംശ രേഖകളെന്ന് പറയുന്നത്. അപ്പോൾ ഭൗമോപരിതലത്തിൽ ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായി വരയ്ക്കുന്ന അക്ഷാംശ വൃത്തങ്ങളാണ് ഇവ. അപ്പോൾ അത് നമ്മൾ ബേസ് ആയിട്ട് വെക്കുന്നത് ഏതാണ്? 0 ഡിഗ്രീനെയാണ് ബേസ് ആയിട്ട് വെക്കുന്നത്. ഈ 0 ഡിഗ്രിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇക്വേറ്റർ എന്ന് പറയുന്നത്, അല്ലെ ഭൂമധ്യരേഖ എന്ന് പറയുന്നത്. ഇപ്പം 0 ഡിഗ്രി അല്ലെ 0 അക്ഷാംശ വൃത്തത്തിനെയാണ് നമ്മൾ ഭൂമധ്യരേഖ, അതാണ് ഇതിൽ ഏറ്റവും വലുതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമധ്യരേഖയിൽ നിന്നും ഇരുവശങ്ങളിലേക്ക് പോകും തോറും അക്ഷാംശ വൃത്തങ്ങളുടെ വലിപ്പം എന്ത് ചെയ്യുന്നുണ്ട്? കുറഞ്ഞു വരുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് വരയ്ക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതായത് ഇത് ഇപ്പോൾ ഭൂമി ഇങ്ങനെ വരയ്ക്കുവാണെങ്കിൽ ഇത് ഭൂമധ്യരേഖ എന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് പോകുമ്പോഴും എന്ത് സംഭവിക്കുന്നുണ്ട്? നമ്മുടെ ലാറ്റിറ്റ്യൂഡ്സിൻ്റെ സംഭവം വലിപ്പം കുറഞ്ഞു വരുവാണ് ചെയ്യുന്നത്, അല്ലേ? നമുക്കത് പോളിലോട്ട് പോകും തോറും എന്ത് ചെയ്യുന്നുണ്ട്? അതിൻ്റെ വലിപ്പം കുറഞ്ഞു വരുവാണ് ചെയ്യുന്നത്. ഇത് തമ്മിൽ പാരലായിട്ടാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ പാരൽസ് എന്ന് പറയാം, അല്ലെ പാരൽസ് ഓഫ് ലാറ്റിറ്റ്യൂഡ്സ് എന്ന് പറയാറുണ്ട്, അല്ലേ? അക്ഷാംശ രേഖയെ അങ്ങനെ പറയാറുണ്ട്. ഇനി ഭൂമധ്യരേഖയെ അടിസ്ഥാനമാക്കിയിട്ട് ഭൂമിയെ നമുക്ക് 2 ഹെമിസ്ഫിയർ ആയിട്ട് തരംതിരിക്കാം, അർദ്ധഗോളങ്ങളായിട്ട് തരംതിരിക്കാൻ പറ്റും. അപ്പോൾ ഭൂമധ്യരേഖ നടുക്ക്, ഇതിന് മുകളിലുള്ളതിനെയാണെങ്കിൽ നമ്മൾ എന്തെന്ന് പറയും? നോർത്തേൺ ഹെമിസ്ഫിയർ, ഉത്തരാർദ്ധഗോളം എന്ന് പറയും. ഇനി താഴെയുള്ളവയാണെങ്കിലോ തെക്കായിട്ട് നിൽക്കുന്നവരാണെങ്കിലോ അതിനെ നമ്മൾ സദേൺ ഹെമിസ്ഫിയർ, ദക്ഷിണാർദ്ധഗോളം എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമ്മളിതിൽ ബേസ് ആയിട്ട് വെക്കുന്നത് ഏതാണ്? 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് ആയിട്ടുള്ള നമ്മുടെ ഇക്വേറ്റർ ഭൂമധ്യരേഖയാണ് നമ്മൾ ബേസ് ആയിട്ട് വെക്കുന്നത്. ഇതിൻ്റെ മുകൾ ഭാഗമാണെങ്കിൽ നോർത്തേൺ ഹെമിസ്ഫിയറും ഇതിൻ്റെ താഴ്ഭാഗമാണെങ്കിൽ സദേൺ ഹെമിസ്ഫിയറും എന്നാണ് നമ്മൾ പറയുന്നത്. ഇനി ഭൂമധ്യരേഖയ്ക്ക് വടക്കുള്ള അക്ഷാംശങ്ങളെ നമ്മൾ എന്തെന്ന് പറയും? നോർത്തേൺ ലാറ്റിറ്റ്യൂഡ്സ് എന്നും സൗത്ത് ഉള്ളതിന് സദേൺ ലാറ്റിറ്റ്യൂഡ്സ് എന്നും പറയും, അല്ലേ? ഉത്തര അക്ഷാംശങ്ങളും ദക്ഷിണ അക്ഷാംശങ്ങളും. ഭൂമധ്യരേഖയ്ക്ക് തെക്കുള്ള അക്ഷാംശങ്ങളെ നമ്മൾ എന്തെന്ന് പറയും? ദക്ഷിണ അക്ഷാംശങ്ങൾ എന്ന് പറയും.
അപ്പോൾ ഭൂമധ്യരേഖയിൽ നിന്ന് ഒരു സ്ഥലത്തേക്ക്, അതായത് വടക്ക് അല്ലെങ്കിൽ തെക്കുള്ള കോണീയ അകലമാണ് ലാറ്റിറ്റ്യൂഡ്സ് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഇതെല്ലാം നമ്മൾ ഡിഗ്രിയിലാണ് പറയുന്നത്. അപ്പോൾ 0 ഡിഗ്രി അല്ലെ 23.5 ഡിഗ്രി, 66.5 ഡിഗ്രി എന്നല്ലേ ഡിഗ്രി ഒരു ഇതിലാണ് നമ്മൾ അളക്കപ്പെടുന്നത്. അപ്പോൾ ഇതിൽ 90 ഡിഗ്രി വടക്കുള്ള അക്ഷാംശമാണെങ്കിൽ അതിന് നമ്മൾ ഉത്തര ധ്രുവം, നോർത്ത് പോൾ എന്നാണ് പറയുന്നത്. ഇനി 90 ഡിഗ്രി തെക്കുള്ളതാണെങ്കിലോ അത് സൗത്ത് പോൾ, ദക്ഷിണ ധ്രുവം എന്നാണ് പറയുന്നത്. അപ്പോൾ 23.5 നോർത്ത് ആണെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് പറയും? ഉത്തരായന രേഖ, ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് പറയും. ഇനി 23.5 തെക്കാണെങ്കിലോ അതിനെ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ എന്നാണ് പറയുന്നത്. ഇനി 66.5 അത് വടക്കാണെങ്കിൽ നമ്മൾ എന്തെന്ന് പറയും? നോർത്ത് ആണെങ്കിൽ നമ്മൾ അതിനെ ആർട്ടിക് സർക്കിൾ എന്ന് പറയും. ഇനി അത് തെക്കാണെങ്കിലോ അതിനെ നമ്മൾ അന്റാർട്ടിക് സർക്കിൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പിക്ചറിൽ നേരെ നോക്കിക്കേ, നമ്മുടെ ഈ 0 ഡിഗ്രിയാണ് നമ്മുടെ ഇക്വേറ്റർ. ഇതിനെ ബേസ് ആയിട്ട് വെക്കുമ്പോൾ ഈ ഭാഗമാണ് നമ്മുടെ നോർത്തേൺ ഹെമിസ്ഫിയർ, ഈ ഭാഗമാണ് നമ്മുടെ സദേൺ ഹെമിസ്ഫിയർ എന്ന് പറയുന്നത്. ഇനി ഇതിൽ തന്നെ നമ്മൾ പറയുന്നുണ്ട് ഡിഗ്രിയിലനുസരിച്ചിട്ടാണ് നമ്മുടെ ലാറ്റിറ്റ്യൂഡ്സ് അല്ലെങ്കിൽ അക്ഷാംശ രേഖകൾ വരയ്ക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതിൽ ഇക്വേറ്ററിൽ നിന്നും 23.5 മുകളിലുള്ള നോർത്ത് ഉള്ളത് അതാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ. ഇനി 23.5 സൗത്ത് ഉള്ളത് അതാണ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ എന്ന് പറയുന്നത്. ഇനി 66.5 നോർത്ത് ഉള്ളതാണ് ഏതെന്ന് പറയുന്നത്? ആർട്ടിക് സർക്കിൾ എന്ന് പറയുന്നത്. ഇനി 66.5 സൗത്ത് ഉള്ളതിനെയാണ് അന്റാർട്ടിക് സർക്കിൾ എന്ന് പറയുന്നത്. ഇനി നമുക്കറിയാം 90 ഡിഗ്രി ആയിട്ടുള്ള നോർത്ത് പോൾ, നോർത്തിലാണെങ്കിൽ അത് നോർത്ത് പോൾ, സൗത്തിലാണെങ്കിൽ 90 ഡിഗ്രി തെക്കുള്ളതിനെ തന്നെ സൗത്ത് പോൾ എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് പ്രധാനമായിട്ടുള്ള ലാറ്റിറ്റ്യൂഡ്സ്. അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കുന്നതാണ് അക്ഷാംശങ്ങൾ കഴിഞ്ഞു, അടുത്തതാണ് ലൈൻസ് ഓഫ് ലോഞ്ചിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഇതെല്ലാം? നമ്മുടെ എർത്തിൻ്റെ സെൻറ്ററിനെ കേന്ദ്രമാക്കിയിട്ടാണ് വരയ്ക്കുന്നത് അല്ലേ? നമ്മൾ ശരിക്കും ഒരു 2D ഫിഗർ ആകുമ്പോഴത്തേക്കും നമ്മൾ എന്താ ഇങ്ങനെ ഈ സൈഡേ കാണുന്നുള്ളൂ. ഇത് ശരിക്കും അല്ലേ നമ്മുടെ ഭൂമി ആകുമ്പോൾ ഉരുണ്ട കാണുമ്പോൾ ഇങ്ങനെ അങ്ങ് പോകുന്നുണ്ട് അല്ലെ, ഒരു സർക്കിളായിട്ട് തന്നെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ പിക്ചറിൽ വരയ്ക്കുമ്പോൾ ഈ ഒരു സൈഡേ കാണുന്നുള്ളൂ എന്നുള്ളത് മാത്രം. ഇനി അടുത്തത് ലൈൻസ് ഓഫ് ലോഞ്ചിറ്റ്യൂഡ് ആണെങ്കിലും ഭൂകേന്ദ്രത്തിനെ, അതായത് ഭൂമിയുടെ കേന്ദ്രത്തിനെ ആധാരമാക്കിയിട്ട് ഉത്തര ദക്ഷിണ ധ്രുവങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഭൗമോപരിതലത്തിലൂടെ വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് രേഖാംശ രേഖകൾ. ഏതാണ്? രേഖാംശ രേഖകൾ, ലൈൻസ് ഓഫ് ലോഞ്ചിറ്റ്യൂഡ്സ്. മറ്റത് ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ്സ് ആണെങ്കിൽ ഇത് ലൈൻസ് ഓഫ് ലോഞ്ചിറ്റ്യൂഡ്സ്, രേഖാംശ രേഖകൾ. അപ്പോൾ ഒരേ വലുപ്പത്തിലുള്ള അർദ്ധവൃത്തങ്ങളാണ് ഇവയെന്ന് പറയുന്നത് അല്ലെ. രേഖാംശ രേഖകളെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ എന്ത് നിർണ്ണയിക്കുന്നത്? സമയം നിർണ്ണയിക്കുന്നത്. നമ്മുടെ ടൈം നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ലോഞ്ചിറ്റ്യൂഡ്സിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. നമ്മൾ അതുപോലെ ഇവിടെ പറയുന്നുണ്ട് ഒരേ വലിപ്പത്തിലുള്ള അല്ലെ, ഒരേ വലിപ്പത്തിലായിരിക്കും. നമുക്ക് ലാറ്റിറ്റ്യൂഡ്സിൻ്റെ കേസിൽ അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഏറ്റവും വലിയ ലാറ്റിറ്റ്യൂഡ് അത് ഇക്വേറ്ററാണ്. പിന്നെ അവിടെ നിന്നേക്ക് പോകുന്തോറും എങ്ങനെയാണ് അതിൻ്റെ ലെങ്ത് കുറഞ്ഞാണ് വരുന്നത്. പക്ഷേ ലോഞ്ചിറ്റ്യൂഡ്സിനെ സംബന്ധിച്ച് എന്താണ്? ഒരേ ലെങ്ത് ആയിരിക്കും അല്ലെ. ഏറ്റവും വലിയ ലോഞ്ചിറ്റ്യൂഡ് എന്ന് നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല, എല്ലാം ഒരേ ലെങ്ത് ആയിരിക്കും. പിന്നെ ഇതിലൊരു പ്രത്യേകത, ഒരിക്കലും പാരലായിട്ട് ആയിരിക്കത്തില്ല വരുന്നത് അല്ലേ. പാരലായിട്ട് നമുക്ക് അതിനെ പറയാൻ പറ്റത്തില്ല. കാര്യം എന്താ? ഇങ്ങനെ വരയ്ക്കുമ്പോൾ ആ പോൾസിലോട്ട് എത്തുമ്പോൾ ഇവർ തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്? കൺവെർജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നമുക്ക് പാരലൽസ് ഓഫ് ലാറ്റിറ്റ്യൂഡ്സ് പറഞ്ഞതും അതിന് നമുക്ക് ഇതിനെ പറയാൻ പറ്റത്തില്ല. ഇതിന് നമ്മൾ മെറിഡിയൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനായി ഇംഗ്ലണ്ടിൽ റോയൽ ബ്രിട്ടീഷ് വാനനിരീക്ഷണശാല സ്ഥിതി ചെയ്യുന്ന ഗ്രീനിച്ച് എന്ന സ്ഥലത്തുകൂടി പോകുന്ന രേഖാംശ രേഖേനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? 0 ഡിഗ്രി രേഖാംശ രേഖ, 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് എന്ന് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ആ ഗ്രീനിച്ച് എന്ന് പറയുന്ന സ്ഥലത്താണ് കടന്നു പോകുന്ന ആ ഒരു ലോഞ്ചിറ്റ്യൂഡിനെയാണ് 0 ഡിഗ്രി ആയിട്ട് നമ്മൾ കണക്കാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ പ്രൈം മെറിഡിയൻ, ഗ്രീനിച്ച് രേഖ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിനെ, ഈ 0 ഡിഗ്രി രേഖാംശ രേഖേനെ തന്നെയാണ് പ്രൈം മെറിഡിയൻ അല്ലെങ്കിൽ ഗ്രീനിച്ച് രേഖ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ പ്രൈം മെറിഡിയനിലെ പ്രാദേശിക സമയത്തെ ഗ്രീനിച്ച് സമയം, അപ്പോൾ ആ സ്ഥലത്ത് ആ പ്രൈം മെറിഡിയനിൽ അറിയപ്പെടുന്ന പ്രാദേശികമായിട്ടുള്ള സമയത്തിനെ ഗ്രീൻവിച്ച് മീൻ ടൈം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതിനെ ആസ്പദമാക്കിയിട്ടാണ് ബാക്കിയുള്ള സമയങ്ങളും എന്ത് ചെയ്യുന്നത്? കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഭൂമിയുടെ ഭ്രമണം നമുക്കറിയാം എവിടെ നിന്നാണ്? പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട്, വെസ്റ്റ് ടു ഈസ്റ്റ് ആണ്. അപ്പോൾ ആയതിനാൽ ഗ്രീൻവിച്ച് രേഖയിൽ നിന്നും കിഴക്കോട്ട് ഓരോ രേഖാംശ രേഖയും കടക്കുമ്പോൾ സമയം എത്രയാണ്? 4 മിനിറ്റ് കൂടുകയും നമ്മൾ പടിഞ്ഞാറോട്ട് പോകുമ്പോഴത്തേക്കാണെങ്കിൽ 4 മിനിറ്റ് കുറയുകയും ചെയ്യുന്നു. അപ്പോൾ ഗ്രീൻവിച്ച് രേഖയിൽ നിന്ന് ഈസ്റ്റിലോട്ട് പോകുമ്പോൾ 4 മിനിറ്റ്, അതായത് ഓരോ രേഖാംശം ഓരോ ഡിഗ്രിക്കും എങ്ങനെയാണ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക, ഈസ്റ്റിലാണെങ്കിലും വെസ്റ്റിലാണെങ്കിലും.
ഓക്കെ, ഇനി അക്ഷാംശ രേഖാംശ രേഖകളെ അടിസ്ഥാനമാക്കിയാണ് ഭൂമിയിൽ ഓരോ സ്ഥലത്തിൻ്റെയും പ്രദേശത്തിൻ്റെയും വസ്തുവിൻ്റെയും കൃത്യമായിട്ടുള്ള സ്ഥാനം നിർണ്ണയിക്കാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് ഒരു ലൈൻ വെച്ചിട്ട് നമുക്ക് കറക്റ്റ് പൊസിഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ആ ഒരു പോയിന്റ് ചെയ്യപ്പെടണമെങ്കിൽ നമുക്ക് എന്ത് വേണം, ഇതുപോലെയുള്ള ഈ ലോഞ്ചിറ്റ്യൂഡും വേണം, ഇതുപോലെയുള്ള ലാറ്റിറ്റ്യൂഡും വേണം. അപ്പോൾ ആ ഒരു കറക്റ്റ് പോയിന്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കിട്ടും അല്ലേ. അപ്പോൾ ഈ രണ്ട് ലൈനും കൂടെ ആ കൺവെർജ് ചെയ്യുന്നത് രണ്ടും കൂടെ എവിടെ വെച്ചിട്ടാണോ ചെയ്യുന്നത് അത് വെച്ചിട്ട് നമുക്കൊരു കറക്റ്റ് പോയിന്റ് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഭൂമിയിൽ ഒരു സ്ഥലത്തിൻ്റെയും പ്രദേശത്തിൻ്റെയും വസ്തുവിൻ്റെ കൃത്യമായിട്ടുള്ള പൊസിഷൻ, സ്ഥാനം നിർണ്ണയിക്കുന്നത് ഈ ലാറ്റിറ്റ്യൂഡ്സും ലോഞ്ചിറ്റ്യൂഡും കൂടെ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ അക്ഷാംശ രേഖാംശ രേഖകളുടെ ജാലിക, ഇതിങ്ങനെ ജാലികയായിട്ടാണ് കാണപ്പെടുന്നതെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും, അതിനെയാണ് ഗ്രാറ്റിക്യൂൾസ് എന്ന് പറയുന്നത്. എന്താണ് ഗ്രാറ്റിക്യൂൾസ് എന്ന്? അപ്പോൾ മാപ്പൊക്കെ പഠിക്കുമ്പോൾ നമുക്കത് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതാണ് ഗ്രാറ്റിക്യൂൾസ് എന്ന് പറയുന്നത്. ഇനി ഭൂപടങ്ങളിലും അറ്റ്ലസുകളിലും അക്ഷാംശ രേഖാംശ രേഖകളുടെ ജാലിക നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടോ, മാപ്സിൽ നമുക്ക് കാണാൻ പറ്റും. ഈ ടൈം സോൺസ് ഉണ്ട്. എന്താണ് ടൈം സോൺസ് എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. അതായത് ഭൂമി 24 മണിക്കൂറിൽ ഒരിക്കൽ ഭ്രമണം ചെയ്യുന്നതിനാൽ ലോകത്തെ 360 ഡിഗ്രി രേഖാംശങ്ങൾ 24 സമയമേഖലകളായി വിഭജിച്ചിരിക്കുന്നു. നമുക്കറിയാം, നമുക്ക് ഇങ്ങനെ ഇതിനെ എന്താണ്, ഭൂമി 24 മണിക്കൂറിൽ നമുക്കൊരു റൊട്ടേഷൻ എന്ന് പറയുന്നത് എത്രയാണ്, നമ്മുടെ ഒരു സർക്കിളിൻ്റെ ഇതിൽ നമുക്കൊരു 360 ഡിഗ്രി വരുന്നുണ്ടല്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് അതുപോലെ തന്നെ 24 മണിക്കൂറാണ്. അപ്പം 24 സമയമേഖലകളായിട്ടാണ് ഇതിനെ വിഭജിച്ചിരിക്കുന്നത്. ഇനി ഓരോ 15 ഡിഗ്രി രേഖാംശത്തിനും 1 മണിക്കൂർ സമയം വ്യത്യാസം ഉണ്ടാകും. ഓരോ 15 ഡിഗ്രി രേഖാംശത്തിനും 15 ഡിഗ്രി, ആ ഒരു 15 ഡിഗ്രിക്ക് എന്താണ്, ആ ഒരു 15 ഡിഗ്രി ഇങ്ങനെ കറങ്ങി വരാനായിട്ട് 1 മണിക്കൂർ വേണ്ടി വരും. അപ്പം രേഖാംശ വ്യാപ്തി കൂടുതലുള്ള, ഇപ്പോൾ ചില രാജ്യങ്ങളെന്ന് പറയുമ്പോൾ റഷ്യ, കാനഡ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇതിൻ്റെ രേഖാംശ വ്യാപ്തി എന്ന് പറയുന്നത് നല്ല കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന USA, കാനഡ, റഷ്യ, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിൽ പ്രാദേശിക സമയ വ്യത്യാസം കൂടുതലായതിനാൽ നിരവധി സമയമേഖലകൾ ഉപയോഗിക്കുന്നു. അപ്പോൾ അവർ ഒരുപാട് ടൈം സോൺസ് അവിടെ വരാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് നോക്കിക്കേ, നിങ്ങളുടെ ലോകത്തിൻ്റെ സമയമേഖലകളിൽ നിങ്ങൾ നോക്കിക്കേ, കണ്ടോ, ഓസ്ട്രേലിയയൊക്കെ ആണെങ്കിലും എന്താണ്, കുറച്ച് ലോഞ്ചിറ്റ്യൂഡ്സിൻ്റെ നല്ല വിട്ട് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് വ്യത്യാസം വരും. ഇനി നമ്മുടെ, അതായത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം IST എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള അരുണാചൽ പ്രദേശ് അല്ലെ, ഈസ്റ്റ് ആയിട്ടുള്ള അരുണാചൽ പ്രദേശ് അത് എത്രയാണ്, 97.25, 97.25 ആണ് നമ്മുടെ ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കിഴക്കാണ്. ഇനി പടിഞ്ഞാറേ അറ്റത്തുള്ള ഗുജറാത്ത് 68.7 ഡിഗ്രി, 68.7 ഡിഗ്രി കിഴക്ക് വരുന്ന തമ്മിൽ എന്തുണ്ട്, കിഴക്ക്. അതായത് നമുക്കറിയില്ല ഇത് എന്തുകൊണ്ട് കിഴക്ക് വന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് നമുക്ക് ഈ ലോഞ്ചിറ്റ്യൂഡ് വരയ്ക്കുമ്പോൾ ഇപ്പോൾ ഈ നമ്മുടെ എന്താണ്, നമ്മുടെ ഭൂമധ്യ രേഖ കൊണ്ട് നമുക്ക് എന്താണ് 2 ഹെമിസ്ഫിയർ പറഞ്ഞു, നോർത്തേൺ ഹെമിസ്ഫിയറും സദേൺ ഹെമിസ്ഫിയറും പറഞ്ഞു. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഏഷ്യ എന്ന് പറയുന്ന ഭൂഖണ്ഡം നോർത്തേൺ ഹെമിസ്ഫിയറിലായതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന ലാറ്റിറ്റ്യൂഡ്സുകൾക്കെല്ലാം കൂടെ നമ്മൾ എന്ത് ചേർക്കും, നോർത്ത് എന്ന് ചേർക്കണം. ഇനി നമുക്കറിയാം ഈ ഗ്രീൻവിച്ച് എന്ന് പറയുന്ന 0 ഡിഗ്രീനെ ഇതാക്കിയിട്ട് നമ്മൾ എന്ത് പറയാറുണ്ട്, ഇതെന്ത് ഈസ്റ്റേൺ ഹെമിസ്ഫിയർ എന്നും വെസ്റ്റേൺ ഹെമിസ്ഫിയർ എന്നും പറയാറുണ്ട്. അപ്പോൾ നമ്മൾ എന്താണ്, ഈസ്റ്റ് കിടക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ വരുന്ന ലോഞ്ചിറ്റ്യൂഡ്സിൻ്റെ കൂടെ എല്ലാം എന്ത് വരും, കിഴക്ക് വരും. അത് ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ ഈ ഒരു തമ്മിൽ ഇവ തമ്മിൽ, അതായത് ഈ 97.25ഉം 68 തമ്മിൽ നമുക്ക് എത്ര വരുന്നുണ്ട്, ഏകദേശം 30 ഡിഗ്രിയുടെ ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ ഡിഫറൻസ്, ഒരു വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു 15 ഡിഗ്രി എന്ന് കറങ്ങാൻ അതിന് 1 മണിക്കൂറാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 30 ഡിഗ്രി ആണെങ്കിൽ എന്തായിരിക്കും, 2 മണിക്കൂർ പ്രാദേശിക സമയം വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗുജറാത്തും അരുണാചൽ പ്രദേശും തമ്മിൽ 2 മണിക്കൂർ പ്രാദേശിക സമയ വ്യത്യാസമുണ്ട്. അപ്പം നമ്മൾ സാധാരണയായിട്ട് 7.30, അതായത് 7.5 എന്ന് പറയുന്ന അതിൻ്റെ ഗുണിതം വെച്ചിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, 82.5, 82.5 കിഴക്ക് രേഖാംശ രേഖയെ ഇന്ത്യയുടെ എന്തായിട്ട് കണക്കാക്കുന്നത്, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ മാനക സമയം, അതായത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമായിട്ട് നമ്മൾ കണക്കാക്കുന്നത് ഈ എത്രയാണ്, 82.5 അല്ലെ 82.5 ഈസ്റ്റിനെയാണ് നമ്മൾ കണക്കാക്കുന്നത് അല്ലേ. അതിനെയാണ് നമ്മൾ, ആ ലോഞ്ചിറ്റ്യൂഡിനെയാണ് നമ്മൾ കണക്കാക്കുന്നത്. നോക്കിക്കേ 82.3 നമ്മുടെ കടന്നു പോകുന്നത് നോക്കിയേ, കടന്നു പോകുന്ന സംസ്ഥാനങ്ങളൊക്കെ നോക്കിക്കേ, കടന്നു പോകുന്ന സംസ്ഥാനങ്ങളൊക്കെ ഒന്ന് നോക്കി വെച്ചിരിക്കുക. അപ്പോൾ 82 പോയിന്റ്. അപ്പം നമുക്കറിയാം നമ്മുടെ ഗ്രീൻവിച്ച് നിന്നും, അതായത് 0-യിൽ നിന്നും നമ്മൾ ഒരു 5.5 മണിക്കൂർ വ്യത്യാസം എന്ന് പറയുന്നുണ്ട് അല്ലെ. 5.5 മണിക്കൂർ വ്യത്യാസപ്പെട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. ആ 0-യിൽ നിന്നും 82.5 എത്താം. അപ്പോൾ 82.5 ഡിവൈഡഡ് ബൈ 50 ചെയ്യുമ്പോൾ നമുക്കൊരു 5.5 എന്നുള്ളത് കിട്ടും. ആ ഒരു വ്യത്യാസമാണ് വരുന്നത്. അതായത് നമ്മൾ 5.5 മണിക്കൂർ
പിന്നിട്ട് കഴിഞ്ഞു എന്നത് നമുക്ക് ഫ്രണ്ടിലോട്ടാണ് അല്ലെ, നമ്മൾ ഫ്രണ്ടിലോട്ടാണ് എന്നുള്ളതാണ് അത് മനസ്സിലാക്കുന്നത്. ഇനി ജന്തർ മന്ദർ എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ. ജന്തർ മന്ദർ എന്ന് പറയുന്നത് 18ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ജയ്പൂരിൻ്റെ മഹാരാജാവായിരുന്ന ആരാ? ജയ്സിംഗ് രണ്ടാമൻ അല്ലെ. ജയ്സിംഗ് രമണ്ട ജയ്പൂരിൻ്റെ മഹാരാജാവായിരുന്ന ജയ്സിംഗ് രണ്ടാമൻ ജയ്പൂരിൽ നിർമ്മിച്ച ജ്യോതിശാസ്ത്ര നിരീക്ഷണ കേന്ദ്രമാണ് ഏതെന്ന് പറയുന്നത് ജന്തർ മന്ദർ എന്ന് പറയുന്നത്. ദേശീയാട്ടിയിലുള്ളത് കൊണ്ട് ഞാൻ പറയുന്നതാണ് ജന്തർ മന്ദർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരേ സ്ഥലത്ത് 20 പ്രധാന ജ്യോതിശാസ്ത്ര ഉപകരണങ്ങൾ നിർമ്മിച്ചിരുന്നു. എത്രയാണ്? 20 പ്രധാന ജ്യോതിശാസ്ത്ര ഉപകരണങ്ങളാണ് നിർമ്മിച്ചിരുന്നത്. ഇവയുപയോഗിച്ച് നഗ്നനേത്ര നിരീക്ഷണത്തിലൂടെ ജ്യോതിശാസ്ത്ര സ്ഥാനങ്ങളും സമയവും കൃത്യമായിട്ട് നിർണ്ണയിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ജന്തർ മന്ദർ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിലെ 5 ജ്യോതിശാസ്ത്ര നിരീക്ഷണ കേന്ദ്രങ്ങൾ ഏറ്റവും വലുതും പ്രധാനപ്പെട്ടതും ഈ ജയ്പൂരിലുള്ളതാണ്. മറ്റ് കേന്ദ്രങ്ങൾ എവിടേക്കാണെന്ന് നമുക്ക് നോക്കാം. ഡൽഹിയുണ്ട്, ഉജ്ജയിനുണ്ട്, മധുരയുണ്ട്, വാരണാസിയുണ്ട്. അപ്പോൾ 2010 ജന്തർ മന്ദർ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതാണ് ജന്തർ മന്ദറിൻ്റെ ഈ ഒരു സമയവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനമായി നമ്മൾ നോക്കേണ്ടത്. ഇനി നമുക്ക് നോക്കിക്കുക, ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ജന്തർ മന്ദറിൻ്റെ ആ സ്ഥലത്തെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കേണ്ടത് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ ആണ്. ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്ന് പറയുന്നത് അല്ലെ അന്താരാഷ്ട്ര ദിനാങ്ക രേഖ അല്ലെ ഡേറ്റ് ലൈൻ. ഡേറ്റ് എന്നിങ്ങനെയാണ് നമ്മൾ നോക്കുന്നത്, ടൈം അല്ല. ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ IDL ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ 0 ഡിഗ്രി രേഖാംശ രേഖയുടെ നേരെ എതിർവശത്തുള്ള രേഖയാണ് ഏതെന്ന് പറയുന്നത് 180 ഡിഗ്രി രേഖാംശ രേഖ എന്ന് പറയുന്നത്. 180 ഡിഗ്രി, ഈ 180 ഡിഗ്രി രേഖാംശ രേഖയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ, അന്താരാഷ്ട്ര ദിനാങ്ക രേഖ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ ആധാരമാക്കിയിട്ടാണ് അന്താരാഷ്ട്ര ദിനാങ്ക രേഖ വരച്ചിരിക്കുന്നത്. അതായത് ഈ ഒരു ആധാരമാക്കിയാണ് ഇതിന്. ഇപ്പോൾ അന്താരാഷ്ട്ര ദിനാങ്ക രേഖ എന്ന് പറയുന്നത് നമുക്കൊരു നേർരേഖയായിട്ട് കാണാൻ പറ്റും, ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ല. ഒരിക്കലും ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്താണ്? ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ല. എന്തുകൊണ്ടായിരിക്കുമെന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. അതായത് അന്താരാഷ്ട്ര ദിനാങ്ക രേഖ കരയിലൂടെ നേർരേഖയായി വരച്ചാൽ ഒരേ രാജ്യത്തോ ദ്വീപസമൂഹത്തിലോ വ്യത്യസ്ത തീയതികളും സമയവും ഉണ്ടാകും. അപ്പോൾ ഒരു രാജ്യത്ത് തന്നെ പല സമയങ്ങളൊക്കെ ഉണ്ടാകും. അല്ല, ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് തന്നെ വ്യത്യസ്തമായിട്ടുള്ള സമയം, വ്യത്യസ്തമായിട്ടുള്ള തീയതിയൊക്കെ വരുവാണ്. ഇപ്പോൾ ഒരു എക്സാം നമുക്ക് വെക്കാൻ പറ്റും. ഇപ്പോൾ ഡൽഹിയിൽ UPSCയുടെ ഒരു എക്സാം വെച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടെ വേറൊരു സമയം, അല്ലെങ്കിൽ അവിടെ വേറൊരു ഡേറ്റ്, നമുക്ക് കേരളത്തിൽ വേറൊരു ഡേറ്റ് ആണെങ്കിൽ നമുക്ക് പോകാൻ പറ്റുമോ? UPSCയുടെ ഇൻ്റർവ്യൂ വെച്ചിരിക്കുകയാണ്, നമുക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ അത് നമുക്ക് എന്താണ് പ്രാക്ടിക്കലി പോസിബിൾ അല്ലാത്തത് കൊണ്ടാണ് ഇവരെന്ത് ചെയ്തിരിക്കുന്നതെന്ന് അറിയാമോ? അന്താരാഷ്ട്ര ദിനാങ്ക രേഖ കടന്നു പോകുന്ന രാജ്യങ്ങളിൽ ഈ രേഖയുടെ ഇരുവശങ്ങളിലായി 2 ദിവസം വരുന്ന അവസ്ഥ വരും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ദിനാങ്ക രേഖയിൽ ചില ക്രമീകരണങ്ങൾ വരുത്തി. അങ്ങനെയാണ് ഇതിൻ്റെ സ്ട്രെയിറ്റ് ലൈൻ മാറ്റിയിട്ട് പസഫിക് സമുദ്രത്തിൽ ജനവാസമുള്ള കരഭാഗങ്ങളെ ഒഴിവാക്കും വിധമാണ് ഈ രേഖ എന്ത് ചെയ്തിരിക്കുന്നത്? ക്രമീകരിച്ചിരിക്കുന്നത്. ഒന്ന് നോക്കിക്കേ, പസഫിക് സമുദ്രത്തിൽ ജനവാസമുള്ള കരഭാഗങ്ങളെ ഒഴിവാക്കും വിധത്തിലാണ് അല്ലെ. ജനങ്ങൾക്കാണല്ലോ ഇപ്പോൾ ഒരു ടൈം വേണ്ടി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ പസഫിക് സമുദ്രത്തിൽ ഇങ്ങനെ ജനങ്ങളുള്ള കരഭാഗങ്ങളെ ഒഴിവാക്കും വിധമാണ് ഇന്റർനാഷണൽ ഡേറ്റ് ലൈന് ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ 180 ഡിഗ്രി കിഴക്കും 180 ഡിഗ്രി പടിഞ്ഞാറും രേഖാംശ രേഖകൾ എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്, ഒറ്റ രേഖാംശ രേഖയാണ് വരുന്നത്. ഇപ്പം നമുക്ക് 90 ഡിഗ്രി നോർത്ത് ലാറ്റിറ്റ്യൂഡ് 90 ഡിഗ്രി സൗത്ത് ലാറ്റിറ്റ്യൂഡ് ഒരേപോലെ വരുന്നുണ്ടോ? ഇല്ല. പക്ഷേ ലോഞ്ചിറ്റ്യൂഡിനെ സംബന്ധിച്ചാണെങ്കിൽ 180 ഈസ്റ്റ് ആണെങ്കിലും 180 വെസ്റ്റ് ആണെങ്കിലും നമുക്ക് എന്താണ് ഒരേ രേഖാംശ രേഖയാണ് വരുന്നത്. ഇനി അതായത് 180 ഡിഗ്രി രേഖാംശ രേഖയുടെ ഇരുവശത്തുമായിട്ട് 24 മണിക്കൂർ സമയ വ്യത്യാസങ്ങളുണ്ട്. ഓക്കെ, ഇനി ഈ രേഖ മുറിച്ച് കിഴക്കോട്ട് യാത്ര ചെയ്യുന്ന വ്യക്തിക്ക് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ IDLനെ മുറിച്ച് കിഴക്കോട്ട് യാത്ര ചെയ്യുന്ന വ്യക്തിക്ക് ഒരു കലണ്ടർ ദിനം നഷ്ടമാവുകയാണ് ചെയ്യുന്നത്. ഈസ്റ്റിലോട്ട് പോകുമ്പോൾ ഈ ഇന്റർനാഷണൽ ഡേറ്റ് ലൈനെ മുറിച്ച് ഈസ്റ്റിലോട്ട് പോകുമ്പോൾ ഒരു കലണ്ടർ ദിനം നഷ്ടമാവുകയും പടിഞ്ഞാറോട്ട് യാത്ര ചെയ്യുന്ന വ്യക്തിക്കാണെങ്കിൽ ഒരു ദിവസം എന്താണ് അധികം ലഭിക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലാക്കി വെച്ചോളൂ. ഈസ്റ്റിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് യാത്ര ചെയ്യുന്ന വ്യക്തിക്ക് ഈ രേഖയെ മുറിച്ച് ഈസ്റ്റിലോട്ട് പോകുന്ന ഒരു വ്യക്തിക്ക് കലണ്ടർ ദിനം ഒരു ദിനം നഷ്ടമാവുകയും വെസ്റ്റിലോട്ട് പോവുകയാണെങ്കിൽ പടിഞ്ഞാറോട്ട് യാത്ര ചെയ്യുകയാണെങ്കിൽ ഒരു ദിവസം അധികം ലഭിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നോക്കിക്കോ, ഞാൻ പറഞ്ഞു IDL എന്തല്ല, ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ല. കണ്ടോ, സ്ട്രെയിറ്റ് ലൈനായിട്ടാണോ പോയിരിക്കുന്നത്? അത് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണിത് അല്ലേ, നമ്മൾ ജനവാസമുള്ള കരഭാഗത്തിനേക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണിത് വരച്ചിരിക്കുന്നത്. ഇതാണ് IDL അന്താരാഷ്ട്ര ദിനാങ്ക രേഖ എന്ന് പറയുന്നത്. ഓക്കെ, 180 ഡിഗ്രി. ഓക്കെ,
ഇത്രയാണുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ ഈ ഇത്രയും ഭാഗങ്ങൾ കവർ ചെയ്യാനായിട്ട് നമ്മൾ റെഫർ ചെയ്തത് എന്ന് പറയുന്നത് SCERT 5ാം ക്ലാസ്സിലെ, അതായത് മാറി വന്നിട്ടുള്ള SCERT 5ാം ക്ലാസ്സിലെ 10ാമത്തെ ചാപ്റ്ററും SCERT 6ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്ററും SCERT 7ാം ക്ലാസ്സിലെ 9ാമത്തെ ചാപ്റ്ററും SCERT 8ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്ററും പിന്നെ പഴയ SCERT, അതായത് നമ്മുടെ ഇതിൻ്റെ എർത്തിൻ്റെ ഷേപ്പിനെ പറ്റി തേൽസും കോപ്പർനിക്കസും ആര്യഭട്ടനൊക്കെ പറഞ്ഞതൊന്ന് ജസ്റ്റ് റെഫർ ചെയ്യാനായിട്ട് നമ്മൾ പഴയ SCERT 6ാം ക്ലാസ്സിൻ്റെ 5ാമത്തെ ചാപ്റ്ററും പിന്നെ NCERT 6ാം ക്ലാസ്സിൻ്റെ 1ാമത്തെ ചാപ്റ്ററുമാണ് റെഫർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ പാഠഭാഗങ്ങളിൽ ഇതിൽ കൂടുതലും കാര്യങ്ങളുണ്ട്. അത് നമ്മൾ ഇപ്പോൾ മാപ്പുമായി ബന്ധപ്പെട്ടതുണ്ട്, അല്ലെങ്കിൽ ആ മാപ്പിൻ്റെ പോർഷൻ വരുമ്പോൾ നമ്മളിത് വീണ്ടും അവിടെ നിന്ന് തന്നെ ഉൾപ്പെടുത്തി അടുത്ത ഭാഗം നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും താങ്ക് യു.